എന്തെങ്കിലും അങ്ങ് തോന്നിക്കണം ഈ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്, വെറൈറ്റി ആണ്. പക്ഷെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഞായറാഴ്ചയാണിത്. ഈ സ്ഥലങ്ങൾ നിങ്ങൾ എന്റെ വീഡിയോ അധികം കാണാൻ ചാൻസ് ഇല്ല. ഇതിന്റെ യൂണിവേഴ്സിറ്റിന്റെ വേറൊരു ഹോസ്റ്റലിന്റെ ഭാഗം, എന്റെ ഹോസ്റ്റലിന്റെ ഭാഗമല്ല. ആൾക്കാരില്ലാത്തതും സെക്യൂരിറ്റി ഗാർഡ്സ് കുറവുള്ള സ്ഥലം കൊണ്ട് തന്നെ ഇവിടെ പല കുലിശിത പരിപാടികളും അവിടെ പൊന്തക്കാട്ടിൽ കാണലുണ്ട്. നേരെ മുമ്പ് കാണുന്ന ഇവിടെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ സ്കൂളാണ്. നേരെ അപ്പുറത്ത് കാണുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവളെ കൈ കുറെ ചക്കപ്പുരി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറെ അവളെ പൊക്കി പറഞ്ഞു അവളെ കയ്യിലെ ചക്കപ്പുരൊക്കെ നമ്മൾ വാങ്ങി തന്നു. ഈ പോണ ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി കാണാനായിട്ട് കുറെ സ്കൂൾ കുട്ടികൾ വരണാണ്. സാമ്പ്രദായിനി സുപിണി ബുദ്ധനിപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന രണ്ടായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഇനി പിന്നെ നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ അമ്മായി വന്നതിന്റെ ഫുൾ കുടുംബശ്രീയാണ്. അങ്ങനെ ഓളെ കുറെ ഗോസിപ്പ് കഥകൾ ഇങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ അതാ നമ്മളൊരു ഫ്രണ്ട് നാട്ടിൽ പോകുന്നത് കണ്ടു. ഓന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഓലെ പറഞ്ഞു. പിന്നെ ഒരു മുട്ടായി കൾച്ചർ ഉണ്ട്. എന്റെ ബർത്ത്ഡേക്ക് ഒന്നും ഞങ്ങൾ മുട്ടായി പ്ലാൻ കൊടുക്കുന്നത്. ഓനൊരു വികാലത്തെ ജീവൻ കൂടെ ഓനെ കൂടെ സന്തോഷം വേണ്ടി തുള്ളുന്നുണ്ട്. കുത്തിരിപ്പും കഥയും ഓണൊക്കെ പറഞ്ഞ് നേരം രാത്രി ആവാനായി. നമ്മൾ നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ റോളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേക്കാർ ചെലവായി. ബർത്ത്ഡേ പാവപ്പെട്ട കുട്ടികൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉമ്മ പറഞ്ഞു അനാഥായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. പാവട കുട്ടി. അതെ, രണ്ടാമത്തെ പാവട. അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ദാരിദ്ര്യത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഫുഡ് ട്രക്ക് പോയി നമ്മൾ നല്ല പനിപൂരിയൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് ഹോസ്റ്റലൊക്കെ തന്നെ പോകണം. പൊട്ടിപ്പൊളിഞ്ഞ ദരിദ്രം പിടിച്ച ഹോസ്റ്റലാണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോയി. എല്ലാവരും ഒന്നും എപ്പോഴും ഒരുമിച്ച് കൂടില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്നൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ തിരിച്ച് കടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.